ഇപ്പോൾ ഇവിടെ നാരങ്ങച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് ആദ്യം എന്താണ് എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് ഇട്ടു. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ കടുക് ഇട്ടു. പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ വെളുത്തുള്ളി ഇട്ട്. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറിലായി വരണ കണ്ട് ഇഞ്ചി ഇട്ടു. അപ്പോൾ വെളുത്തുള്ളി ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി ഇട്ടു. ഇഞ്ചി ചൂടായി നല്ലോണം വെള്ളം വലിഞ്ഞു കഴിയുമ്പോൾ അതിൽ വേപ്പില ഇട്ടു. അപ്പോൾ ഇഞ്ചി ഒന്ന് ചൂടായി വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേപ്പിലിട്ടു. ഇപ്പോൾ ഇത്തിരി മഞ്ഞപ്പൊടി. ഇതിപ്പോൾ മഞ്ഞപ്പൊടി ഇടുകയാണ്. നമ്മൾ നാരങ്ങച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇത് എത്ര കിലോൻ്റെ അച്ചാർ? 10 കിലോൻ്റെ നാരങ്ങ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനിപ്പോൾ എന്തോരം എണ്ണയല്ല ഒഴിച്ചത്? എന്തോരം എണ്ണ വേണ്ടി വരും? ഏകദേശം 1.5 ലിറ്റർ എണ്ണ. അപ്പോൾ 10 കിലോ നാരങ്ങ ഉണ്ടാക്കാനായിട്ട് ഒരു 1.5 ലിറ്റർ എണ്ണ ആവശ്യമാണ്. അതിന് ഒരു 1 കിലോ വെളുത്തുള്ളി വേണം. പിന്നെ ഒരു 1/2 കിലോ ഇഞ്ചി ചേർക്കണം. വേപ്പില കുറച്ചല്ലേ? വേപ്പില ഒരു 1/4 കിലോ വേപ്പില വേണം. മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടി ഏകദേശം എന്തോരം? 1/2 കിലോയിൽ മേലെ 3/4 കിലോ മുളക് പൊടി വേണം. അപ്പോൾ നേരത്തെ ഇട്ടത് മഞ്ഞപ്പൊടി അല്ലേ? അത് എന്തോരം? 1 ടീസ്പൂൺ. മഞ്ഞപ്പൊടി. ഓക്കെ. അതാ നാരങ്ങ വേവിച്ചപ്പോൾ അല്ലേ? ഇപ്പൊ നമ്മളൊരു 3/4 കിലോ മുളക് പൊടി ഇട്ട്. 1/2 കിലോ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി 1/2 കിലോ മുളക് പൊടിയാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇടാൻ പോകുന്നത് കാശ്മീരി ചില്ലി എന്ന് പറഞ്ഞ മുളക് പൊടിയാണ്. എന്താണ് പറയാ? പിരിയൻ മുളക് പൊടി. അതെന്തോരം ഏകദേശം എന്തോരം ഇടും? അതൊരു 250. അപ്പോൾ 250 ഗ്രാം പിരിയൻ മുളക് പൊടി എന്ന് പറയുന്ന ഒരു മുളക് പൊടി ഇട്ടാണ്. കളർ കിട്ടാനും എരിവ് കുറയാനുമാണ് നമ്മളത് ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് ചെയ്യുമ്പോൾ ഇത് ചൂടാവും. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ചൊറുക്ക ഒഴിക്കണം. ഇവിടെ ചൊറുക്ക വെച്ചിട്ടുണ്ട്. ചൊറുക്കയാണ് നമ്മൾ ഒഴിക്കുന്നത്. 2 കുപ്പി ചൊറുക്കയാണ് ഒഴിക്കുന്നത്. 5 കുപ്പി വരും. ഇപ്പോൾ നമ്മൾ 2 കുപ്പിയാണ് ഒഴിക്കുന്നത്. ഇത് ഒരു കുപ്പി എത്ര ലിറ്റർ ഉണ്ടാവും? 1 ലിറ്ററിൻ്റെ ഇപ്പോൾ 2 കുപ്പി ചൊറുക്ക നമ്മൾ ഒഴിച്ചു. ഇനി ഒരു 3 കുപ്പിയും കൂടി ഒഴിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ 2 കുപ്പിയും കൂടി ഒഴിക്കുകയാണ്. നെക്സ്റ്റ് ഇപ്പോൾ 4 കുപ്പിയായി. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ 5ാമത്തെ കുപ്പിയാണ് ഒഴിക്കാൻ പോകുന്നത്. 5 കുപ്പി ചൊറുക്ക നമ്മളിപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 5ാമത്തെ കുപ്പി. അങ്ങനെ 5 കുപ്പി ഒഴിച്ചു. ഓക്കെ. ഇനി തിളക്കണമല്ലേ? ഇതെങ്ങനെയാ? ഇനി തിളക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പിരിയൻ മുളക് പൊടി കുറച്ചും കൂടി നമ്മളതിൻ്റെ മീതെ ഒന്ന് ഇട്ട് നോക്കണം. അതിൻ്റെ പാകം നോക്കിയിട്ടാണ് ഇടുന്നത്. ഓക്കെ. അപ്പോൾ കളർ നോക്കിയിട്ട് നമ്മൾ ആ പിരിയൻ മുളക് പൊടി ഇട്ടു. ഇപ്പം നമ്മൾ കായ ഇടാൻ പോവുകയാണ്. കായം കട്ടായിട്ടുള്ള കായമാണത്. നമ്മൾ തിളച്ച് വരുമ്പോൾ അതിനകത്ത് മിക്സ് ആവുമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ 250 ഗ്രാമോളം കായം നമ്മൾ ഇതിനകത്തേക്ക് ഇടണം. കട്ടിക്കായം. കായം ഒന്ന് കാണിച്ചേ. ഇതാണ് ഈ കായം എന്ന് പറഞ്ഞ സാധനം. ഇതൊരു വലിയ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അത് മൊത്തം 250 ഗ്രാം ഉണ്ടാവും. അതിങ്ങനെ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ മുറിച്ച് അതിനകത്തേക്ക് ഇടാം. തിളച്ച് വരുമ്പോഴത്തേക്കും ഈ കായം ഓട്ടോമാറ്റിക്കലി അതിനകത്ത് അലിഞ്ഞ് ചേർന്നോളൂ. അത് തന്നെ, സ്മെല്ലൊന്നും പോകില്ല എന്നാണ് പറയണത്. അതിൻ്റെ ഇതിപ്പോൾ ഇങ്ങനെ അച്ചാർ ഇട്ട് വെച്ചാൽ അതൊന്ന് സെറ്റ് ആവാൻ എത്ര ദിവസം എടുക്കും?
15 ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ അച്ചാർ എടുക്കാൻ പറ്റും. പഴയ അച്ചാർ പോലെ ആവും. പഴയ അച്ചാർ പോലെ ആവും. അപ്പം ഇതിപ്പോൾ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നേരിയ കയ്പ്പ് ഉണ്ടാവും അല്ലേ? നേരിയ കയ്പ്പ് തോന്നിക്കും. ആ, നാരങ്ങ അരിഞ്ഞ് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം നാരങ്ങ അരിഞ്ഞ് അവിടെ പാത്രത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ആ, ഓക്കെ. ഇതാണ് നമ്മൾ നാരങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 10 കിലോ അല്ലേ? 10 കിലോ നാരങ്ങയാണ് ഈ കാണുന്നത്. അതിങ്ങനെ ഒരു നാരങ്ങ എത്ര പീസാക്കും ഇത്? 4 പീസ്. ഒരു നാരങ്ങ നമ്മൾ 4 പീസാക്കിയിട്ട് മഞ്ഞപ്പൊടി പറ്റിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ആ, മഞ്ഞപ്പൊടി ഒരു അല്പം ഇട്ട് വെച്ചിട്ടുണ്ട്, ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പച്ചനാരങ്ങയാണ്, പുഴുങ്ങിയതാണോ? ഇത് പുഴുങ്ങിയ നാരങ്ങയാണ്. പുഴുങ്ങിയ നാരങ്ങ നമ്മൾ ഒരു 4 പീസാക്കിയിട്ട് മുറിച്ച് അതിനകത്ത് മഞ്ഞപ്പൊടി, ഒരു അല്പം മഞ്ഞപ്പൊടി ഇട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കുഴച്ച് വെച്ചിരിക്കുകയാണ് ഒരു പോണിയിൽ. ഇപ്പുറത്ത് നമ്മുടെ എന്താണ് ഉരുളി അല്ലേ? ഉരുളി എന്നല്ലേ പറയാം? വാർപ്പ്. അപ്പോൾ ഈ വാർപ്പിനകത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അച്ചാറിൻ്റെ കൂട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തിളയ്ക്കുന്നവരും വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ആവശ്യത്തിനാണ് ചേർക്കണേ. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനാണ് ചേർക്കേണ്ടത്. ഏകദേശം ഒരു 1.5 കിലോ മേലെ ഉപ്പ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 കിലോ മീതെ ഉപ്പ് നമ്മൾ ചേർക്കേണ്ടതായിട്ട് വരും. ഈ 10 കിലോ നാരങ്ങ ഉപ്പും കൂടുതലുണ്ടാവില്ല. 1.5 കിലോ ചേർത്ത് കഴിഞ്ഞാൽ മതി. ഇത് തിളക്കാനായിട്ട് അധികം സമയം എടുക്കും. 10 മിനിറ്റോളം തിളക്കാനായിട്ട് എടുക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്ത് ഒന്നും കൂടി നമുക്ക് റിവ്യൂ ചെയ്യാം. ആദ്യം നമ്മൾ വാർപ്പ് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു 1.5 ലിറ്റർ എണ്ണ നമ്മൾ ചേർത്തു. അത് കഴിഞ്ഞ് എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ അതിൽ കടുക് ഇടണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് കടുക് എന്തോരം 200 ഗ്രാം കടുക് ഇട്ട് അത് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഒരു 1 കിലോ വെളുത്തുള്ളി 1 കിലോ വെളുത്തുള്ളി നമ്മൾ ഇട്ടു. പിന്നെ ഒരു 1/2 കിലോ ഇഞ്ചി 1/2 കിലോ ഇഞ്ചി ഇട്ടു. ഇഞ്ചി അരിഞ്ഞത്, നന്നായി അരിഞ്ഞ ഇഞ്ചി ഇട്ടു. അത് ചൂടായി വരുമ്പോൾ ഒരു 200 ഗ്രാം വേപ്പില. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 200 ഗ്രാം വേപ്പില. അത് കഴിഞ്ഞ് ഒരല്പം മഞ്ഞൾപ്പൊടി. അത് കഴിഞ്ഞ് ഒരു അല്പം മഞ്ഞൾപ്പൊടി കുറച്ച്. പിന്നെ ഒരു 3/4 കിലോ മുളക് പൊടി. കഴിഞ്ഞൊരു 3/4 കിലോ മുളക് പൊടി നമ്മൾ ഇട്ടു. അതിൽ കൂടുതലും കാശ്മീരി ചില്ലിയാണ്. ഒരു 1/2 കിലോൻ്റെ അടുത്ത് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അതിനകത്തൊരു 1/2 കിലോ നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി ചേർത്തു. പിന്നെ അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്? കാശ്മീരി ചില്ലി ചേർത്തിട്ട് പിന്നെ ചൊറുക്ക ഒഴിച്ചു. ചൊറുക്ക ഒരു 5 കുപ്പി അല്ലേ? 5 കുപ്പി 1 ലിറ്ററിന്റെ ചൊറുക്ക ഒഴിച്ചു. അപ്പോൾ നമ്മൾ തിളച്ച് വരാണ് ഇപ്പോൾ തിളച്ച് അതിനുശേഷം നമ്മൾ കായം ചേർത്തു. കായം എന്തോരം ഉണ്ടായിരുന്നു? ഈ കായ ഒരു 250 ഗ്രാം കായം ചേർത്തു. കട്ടക്കായമാണ്. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട് അല്ലേ? തിളയായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കടുക് പരിപ്പ് ഉണ്ടോ? ഈ പരിപ്പാണ് കടുക് പരിപ്പ്. അത് ഇട്ട് കൊടുക്കുകയാണ്. ഇതെന്തോരം? അതൊരു 200 ഗ്രാം. ഈ 200 ഗ്രാം കടുക് പരിപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പൊ തിളച്ചുകൊണ്ടിരിക്കണല്ലേ? തിക്ക് ഗ്രേവി ആയി കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു തിക്ക് ഗ്രേവി ആയിട്ട് കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിള വരുന്നുണ്ട്. എത്ര നേരം കൂടി നമുക്ക് ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് അവസാനിക്കും. തിളച്ച നാരങ്ങ ചൂടായാൽ മതി. കായൊട്ടൊന്നും അലിയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമുക്ക് ശരിയാക്കി എടുക്കാം. നാരങ്ങ ഒന്ന് ചൂടായാൽ മതി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന കായം അത് ഒന്ന് അലിഞ്ഞു ചേരാവുന്ന രീതിയിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം തിളയ്ക്കുമ്പോൾ. ഇപ്പം നല്ല മണം വരുന്നുണ്ടല്ലോ. കായത്തിൻ്റെ ഒക്കെ മണം പുറത്തേക്ക് വന്നു തുടങ്ങി. ഗ്രേവി പാകമായി. ഇപ്പൊ ഗ്രേവി പാകമായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നാരങ്ങ ഇടുന്ന ചടങ്ങിലേക്ക് കിടക്കാം. നാരങ്ങ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വേണ്ട 10 കിലോ നാരങ്ങ നമ്മൾ
നാരങ്ങ ഇട്ട് കഴിഞ്ഞു. ഇളക്കുക. ഇനിയിപ്പോൾ നാരങ്ങ ഇട്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഉലുവാപ്പൊടി ചേർക്കാൻ പോവുകയാണ്. ഇത് ലാസ്റ്റാണ്. ഇനിയൊരു സ്റ്റെപ്പ് ഇല്ല. ഓഫ് ചെയ്യാം. അപ്പോൾ ഉലുവാപ്പൊടി നമ്മൾ ഇടാൻ പോവുകയാണ്. ഇത് ഏകദേശം എന്തോരം ഗ്രാം ഇടും? അതൊരു 50 ഗ്രാം ഉലുവ വറുത്ത് പൊടിച്ച് 50 ഗ്രാം ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ചാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജായി. ഇനി ഇത് തിളയ്ക്കണമെന്നുണ്ടോ? ഇനിയിപ്പോൾ അല്ലെങ്കിൽ ചൂടായ ഓഫ് ചെയ്യാണ്. ചൂടായി കഴിഞ്ഞ് ഇത് ഓഫ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി. എന്തായാലും ഞാനൊന്ന് ഇളക്കി വെക്കാം, കുറേ നേരം ആയില്ലേ കാണുമ്പോൾ. ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒന്ന് അതിനകത്തൊരു ചെറിയ ഇത് കഷ്ണം ഒന്ന് എടുത്ത് പൊക്കി കാണിച്ചു കളിയാ. നാരങ്ങ അച്ചാർ 15 ദിവസം കഴിയുമ്പോൾ ഉപയോഗിക്കാം. 15 ദിവസം കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി. ഓക്കെ, താങ്ക് യു. ചൂടൻ നാരങ്ങ അച്ചാർ റെഡി.